ബോധിവഴികളിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് ബന്ധങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, പ്രണയം, അങ്ങനെ പലതും. ഈ ബന്ധങ്ങളിലെല്ലാം നമ്മൾ ആത്മാർത്ഥതയും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ പോലും നമ്മളെ അവഗണിക്കാറുണ്ട്, നമ്മുടെ വില മനസ്സിലാക്കാതെ പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ബഹുമാനിക്കാത്തവരെയും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തവരെയും അവഗണിക്കാൻ പഠിക്കൂ. അപ്പോൾ അവർ നിങ്ങളുടെ പിന്നാലെ വരും. ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചാണക്യനീതിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണിത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അവരുടെ സ്നേഹം നേടിയെടുക്കാനും വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പരിശ്രമങ്ങൾക്കൊന്നും അവരർഹിക്കുന്ന വില നൽകാത്തപ്പോൾ നമ്മൾ കൂടുതൽ വേദനിക്കുകയും നിരാശരാവുകയും ചെയ്യും. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ ഏറ്റവും നല്ല മാർഗം അവരെ അവഗണിക്കുക എന്നതാണ്. അവഗണിക്കുക എന്നു പറയുമ്പോൾ പൂർണ്ണമായും ഒരു ബന്ധം ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നമ്മുടെ ഊർജവും സമയവും നമ്മളെ വിലമതിക്കാത്ത ആളുകൾക്കായി പാഴാക്കാതിരിക്കുക എന്നതാണ്. അവഗണന ഒരു തരത്തിലുള്ള പ്രതികാരമല്ല, മറിച്ച് സ്വയം സ്നേഹിക്കാനുള്ള ഒരു വഴിയാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാത്തവർക്കു വേണ്ടി നിങ്ങൾ എന്തിന് നിങ്ങളുടെ സമയം പാഴാക്കണം? നിങ്ങൾ ഒരാൾക്കു വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ, നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയുമ്പോൾ, അവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ബന്ധത്തിൽ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് അവർ കാണുന്നു. എന്നാൽ അവർ നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, നിങ്ങളുടെ സഹായങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ നിങ്ങളുടെ ഊർജം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ എപ്പോഴും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവർ നിങ്ങളെ ഒരു എളുപ്പമുള്ള വ്യക്തിയായി കാണാൻ സാധ്യതയുണ്ട്. അവർക്കെപ്പോഴും നിങ്ങളെ സമീപിക്കാം, നിങ്ങളുടെ സമയം ഉപയോഗിക്കാം, നിങ്ങളെപ്പോഴും അവർക്കായിരിക്കുമെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അവഗണനയിലൂടെ നിങ്ങൾക്ക് എന്ത് നേടാനാകും? 1. സ്വയം പ്രാധാന്യം നൽകുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക. 2. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക. നിങ്ങൾ അവഗണിക്കുമ്പോൾ അവർ നിങ്ങളുടെ അഭാവം മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ മൂല്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നത്. 3. ആത്മവിശ്വാസം വളർത്തുക. മറ്റൊരാളുടെ അംഗീകാരത്തിനായി കാത്തിരിക്കാതെ നിങ്ങളുടെ സ്വന്തം കഴിവുകളിലും വ്യക്തിത്വത്തിലും വിശ്വസിക്കുക. 4. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് മോചനം. നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങളുടെ ഊർജം നശിപ്പിക്കുന്നതുമായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇത് നിങ്ങളെ സഹായിക്കും. 5. ആവശ്യക്കാർ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ മറ്റൊരാളുടെ ശ്രദ്ധയ്ക്കായി ഓടുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളെ അവഗണിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നഷ്ടമാകുമ്പോൾ അവർ നിങ്ങളെ തേടിയെത്തും. ഒരു ഉദാഹരണം പറയാം. ഒരു പുഴയിൽ മീൻ പിടിക്കാൻ പോയ ഒരു വ്യക്തിയുടെ കഥ. അയാൾ ഒരുപാട് നേരം കാത്തിരുന്നു, പലതവണ ചൂണ്ടയിട്ടു, പക്ഷേ ഒരു മീനിനെയും കിട്ടിയില്ല. അയാൾ നിരാശനായി തിരികെ പോരാൻ തുടങ്ങി. വഴിയിൽ വെച്ച് അയാൾ വേറൊരു മീൻപിടുത്തക്കാരനെ കണ്ടു. അയാളാകട്ടെ വളരെ ശാന്തനായിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുഴുങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആദ്യത്തെയാൾ ചോദിച്ചു. രണ്ടാമത്തെയാൾ പറഞ്ഞു, ഞാൻ മീനിനു വേണ്ടി ഓടിയിട്ടില്ല. എന്റെ ഇരയെ ഞാൻ ശാന്തമായി വെള്ളത്തിലേക്കിട്ടു. അതിനുശേഷം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എന്റെ സാന്നിധ്യം മീനിന് ഭീഷണിയായി തോന്നിയില്ല. അതെന്നെ തേടി വന്നു. ഈ കഥ പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഓടുമ്പോൾ, അവരെ നിർബന്ധിക്കുമ്പോൾ, നമ്മുടെ സാന്നിധ്യം ചിലപ്പോൾ അവർക്ക് ഭാരമായി തോന്നാം. എന്നാൽ നമ്മൾ നമ്മുടെ വഴികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നമ്മുടെ സന്തോഷത്തിൽ മുഴുകുമ്പോൾ, നമ്മുടെ മൂല്യം തിരിച്ചറിയുന്നവർ നമ്മളെ തേടിയെത്തും. ചാണക്യൻ പറയുന്നു, ഒരു സിംഹം ഒരിക്കലും ഇരയെ തേടി ഓടില്ല. അതതിന്റെ ശക്തിയും ഗാംഭീര്യവും നിലനിർത്തുന്നു. ഇര അതിനെ ഭയന്ന് അടുത്തേക്ക് വരില്ല. പക്ഷേ സിംഹം വിശ്രമിക്കുമ്പോൾ ഇര അതിന്റെ സാന്നിധ്യം ഭയന്ന് അകന്നു നിൽക്കും. എന്നാൽ സിംഹം അതിന്റെ ശക്തി കാണിക്കുമ്പോൾ ഇര ഓടിപ്പോകും. സിംഹം അവരെ പിന്തുടരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ അതതിന്റെ ഇരയെ പിടിക്കും. നമ്മൾ ഓരോരുത്തരും ഓരോ സിംഹത്തെപ്പോലെയാണ്. നമ്മുടെ ശക്തിയും ആത്മവിശ്വാസവും നമ്മൾ നിലനിർത്തണം. നമ്മളെ വിലമതിക്കാത്തവർക്ക് പിന്നാലെ ഓടുന്നത് നമ്മുടെ ശക്തിയെ ഇല്ലാതാക്കും. ഇനി എങ്ങനെയാണ് ഈ അവഗണന പ്രാവർത്തികമാക്കുക എന്നു നോക്കാം. 1. സ്വയം വിലമതിക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക.
നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞതൊന്നും സ്വീകരിക്കരുത്. 2. അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് എന്ത് സ്വീകാര്യമാണ്, എന്ത് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായ അതിരുകൾ വയ്ക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. 3. നിങ്ങളുടെ സമയം സംരക്ഷിക്കുക. നിങ്ങളെ വിലമതിക്കാത്ത ആളുകൾക്കായി നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും വളർച്ചയ്ക്കും വേണ്ടി സമയം കണ്ടെത്തുക. 4. ആശയവിനിമയം കുറയ്ക്കുക. നിങ്ങളെ നിരന്തരം അവഗണിക്കുന്നവരുമായി അനാവശ്യമായ ആശയവിനിമയങ്ങൾ ഒഴിവാക്കുക. ഇത് നിങ്ങൾ അവരെ അവഗണിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന നൽകും. 5. നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരാളുടെ അംഗീകാരത്തിനായി കാത്തിരിക്കാതെ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിലും സമാധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹോബികൾ കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. 6. പ്രതികരണം കുറയ്ക്കുക. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ശാന്തത പാലിക്കുക. അനാവശ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. ഇത് അവർക്ക് നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. 7. ക്ഷമയോടെ കാത്തിരിക്കുക. അവഗണനയുടെ ഫലം തൽക്ഷണം ലഭിക്കണമെന്നില്ല. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ പാതയിൽ മുന്നോട്ടു പോകുക. കാലം നിങ്ങളെ തേടിയെത്തുന്നവരെ കൊണ്ടുവരും. ചാണക്യൻ ഒരുപാട് കാര്യങ്ങൾ ജീവിത വിജയത്തിനായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വയം ബഹുമാനിക്കുക എന്നത്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം അംഗീകരിക്കൂ. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് സ്വാർത്ഥതയല്ലേ എന്ന്. എന്നാൽ ഇത് സ്വാർത്ഥതയല്ല, സ്വയം സംരക്ഷണമാണ്. നിങ്ങളുടെ മാനസികാരോഗ്യവും സന്തോഷവും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. മറ്റൊരാളുടെ അവഗണനയ്ക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം ബലി കഴിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ അമിതമായി സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരോടുള്ള നമ്മുടെ വില കുറയ്ക്കുകയാണ്. നമ്മുടെ സന്തോഷം അവരുടെ കയ്യിലാണ് എന്ന് വരുമ്പോൾ അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ എളുപ്പമാകും. എന്നാൽ നമ്മൾ സ്വയം പര്യാപ്തരാകുമ്പോൾ, നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. ചാണക്യനീതിയിലെ മറ്റൊരു പ്രധാന തത്വം ഓർക്കുക. ഒരാൾ തന്റെ മൂല്യം അറിയുന്നില്ലെങ്കിൽ അവൻ സ്വയം നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നത്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം അറിയാതെ പോയാൽ മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴും ചൂഷണം ചെയ്യാനോ അവഗണിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ അവർക്കു വേണ്ടി വിഷമിക്കുകയോ അവരെ പിന്തുടരുകയോ ചെയ്യരുത്. പകരം അവരെ അവഗണിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിലും ആളുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ അവഗണന നിങ്ങളെ ദുർബലരാക്കുകയല്ല, മറിച്ച് കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും, നിങ്ങളെ കൂടുതൽ സന്തോഷവാനാക്കും. ചാണക്യൻ പറയുന്നു, നിങ്ങൾ ഒരു ആത്മാഭിമാനിയായ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കാത്തവരെ അവഗണിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ നായകന്മാരാണ്. നമ്മുടെ കഥ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാളുടെ അവഗണനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം തളം തെറ്റാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ സ്വയം ഒരു വാഗ്ദാനം ചെയ്യുക. ഇനി ഞാൻ എന്നെ സ്നേഹിക്കും, ഞാൻ എന്നെ ബഹുമാനിക്കും, എന്റെ മൂല്യം തിരിച്ചറിയാത്തവർക്ക് വേണ്ടി എന്റെ സമയം പാഴാക്കുകയില്ല. ഓർക്കുക, നിങ്ങൾ മറ്റൊരാൾക്കു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കുള്ള സമയം നഷ്ടപ്പെടുത്തുകയാണ്. അവഗണിക്കുക എന്നതൊരു കലയാണ്. അത് നിങ്ങളെ ദുർബലരാക്കുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നൽകുന്ന സ്നേഹത്തിന് നന്ദി.